കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. മെഥുശലഹിന് 187 വയസ്സായപ്പോൾ
അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെതുശലേഹ് 782 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പ്രായമുള്ള ഒരു വ്യക്തിയാണ് മെഥൂസലാഹ്. 969 വർഷം മെഥൂസലാഹ് ജീവിച്ചിരുന്നു. ബാക്ക് ടു മെഥൂസലാഹ് എന്ന പേരിൽ ബർണാഡ് ഷാ മനോഹരമായൊരു കൃതി എഴുതിയിട്ടുണ്ട്. ബാക്ക് ടു മെഥൂസലാഹ്. മെഥൂസലാഹ് ഏറെക്കാലം ജീവിച്ച വ്യക്തി എന്ന നിലയിൽ വേദപുസ്തകത്തിൽ പ്രശസ്തനാണ്. 962 വർഷം ജീവിച്ചിരുന്ന യാരേദാണ് ദീർഘായുസിൽ രണ്ടാമത്തെ വ്യക്തി വേദപുസ്തകത്തിൽ. മെഥൂസലാഹ് 969 വർഷം ജീവിച്ചിരുന്നു. ആദാമിൻ്റെ മകനായ കയീൻ്റെ വംശപരമ്പരയിൽ 7ാമനാണ് ലാമേക്ക് എന്ന് പറയുന്ന ഒരാൾ. അത് 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു ലാമേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം 19-ാം വാക്യം. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാവിൻ്റെ വംശപരമ്പരയിൽ ആദാവിൻ്റെ മകനായ ശേത്തിൻ്റെ വംശത്തിൽ ഉണ്ടായ 7ാമനാണ് ഹാനോക്ക്. കയീൻ്റെ വംശപരമ്പരയിൽ 7ാമൻ ലാമേക്ക്, ശേത്തിൻ്റെ വംശപരമ്പരയിൽ 7ാമൻ ഹാനോക്ക്. ഹാനോക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചത് ഒരു ന്യായവിധിയെക്കുറിച്ചാണ്. അത് യൂദായുടെ ലേഖനത്തിലാണ് പറയുന്നത്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്ക് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചും 1000 ദൂതന്മാരോടുകൂടി കർത്താവ് വന്ന് വലിയൊരു ന്യായവിധി നടത്തും എന്നതിനെക്കുറിച്ചും ഹാനോക്ക് പ്രവചിച്ചതായി യൂദായുടെ ലേഖനത്തിൽ കാണുന്നു. പുതിയ നിയമത്തിൽ ഒരു അധ്യായം മാത്രമുള്ള ഒരു പുസ്തകമാണ് യൂദായുടെ ലേഖനം. വായിക്കാം. ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചു. എന്തിന്? കർത്താവ് എല്ലാവരെയും വിധിപ്പാനും മനുഷ്യർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. ഹാനോക്ക് മരിക്കുന്നതിന് മുൻപ് ഹാനോക്ക് പ്രവചിച്ചു, ഒരു ന്യായവിധി വരാൻ പോകുന്നു. യേശുക്രിസ്തു വീണ്ടും വരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാനോക്ക് അത് പ്രവചിച്ചു. എന്നാൽ പ്രവചനം ബഹുകാലത്തേക്കുള്ളതാണ്. അത് കർത്താൻ 2ാമത്തെ വരവിനെക്കുറിച്ച് മാത്രമല്ല, തൊട്ടടുത്ത ന്യായവിധി വരുമെന്നുള്ളതിനെക്കുറിച്ചും കൂടെ സൂചിപ്പിച്ചു ആ പ്രവചനം. മെഥൂസലാഹിന് 969 വർഷം ആയുസ്സുണ്ട്. ഹാനോക്കിൻ്റെ മകനായ മെഥൂസലാഹിന്. മെഥൂസലാഹ് ജനിക്കുന്നതിന് മുൻപ് മെഥൂസലാഹിൻ്റെ അപ്പനായ ഹാനോക്ക് ദൈവത്തോട് നടന്നു തുടങ്ങി. ഹാനോക്ക് പ്രവചിച്ചു ഒരു ന്യായവിധി വരുന്നു എന്ന്. മെഥൂസലാഹ് 969 വർഷം ജീവിച്ചിരുന്ന് മരിക്കുന്ന ദിവസം ജലപ്രളയം ആരംഭിക്കുന്നു. ഈ ജലപ്രളയം ആരംഭിക്കുന്നതിന് മുൻപ് 969 കൊല്ലം മുമ്പ് ഹാനോക്കിന് ദൈവം അരുളപ്പാട് കൊടുത്തു, ന്യായവിധി വരാൻ പോകുന്നു എന്ന്. ഹാനോക്ക് അത് പ്രവചിച്ച് പ്രസംഗിച്ചു. ദൈവം അവസരം തരുന്നു. വരാൻ പോകുന്ന ശിക്ഷാവിധിക്ക് മുൻപ് അനുദപിക്കാൻ ദൈവം അവസരം തരുന്നു. അന്നത്തെ ജനത്തിന് ഹാനോക്കിൽ കൂടി കിട്ടിയതായ ആ പ്രബോധനം, പ്രവചനപരമായ പ്രബോധനം അന്നത്തെ ജനത്തിന് അനുസരിച്ചിരുന്നെങ്കിൽ അനുദപിക്കാമായിരുന്നു, ന്യായവിധി ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ന്യായവിധി വന്നു, പ്രളയം വന്നു, ഈ പ്രകൃതിയെ കഴുകിയെടുത്തു, മനുഷ്യജാതിക്ക് ശിക്ഷ വന്നു, എല്ലാം പുതുക്കിയെടുത്തു. പ്രളയം മൂലം എല്ലാം പുതുക്കി. സ്നേഹിതരെ, നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഹാനോക്ക് പ്രവചിച്ച് 969 കൊല്ലം കരുണയുള്ള കർത്താവ് മനുഷ്യൻ അനുദപിക്കാൻ അവസരം നൽകി. അതിലെ ഒടുവിലത്തെ 120 വർഷം നോഹ പെട്ടകം ഒരുക്കിക്കൊണ്ട് പ്രസംഗിച്ചു. അങ്ങനെ 120 കൊല്ലം
പിന്നെയും അതിനകത്ത് തന്നെ വിശേഷാൽ ദൈവം അവസരം നൽകി. അതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 6-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ. അവൻ ജഡം തന്നെയല്ലോ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം വ്യക്തമാകുന്നത്. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നും അപമാനിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്ന്, മനുഷ്യൻ്റെ അരികത്ത് ചെന്ന് നിന്ന് വാദിച്ച് കെഞ്ചി നിന്നിട്ട് മനുഷ്യൻ വാതിൽ തുറക്കാതെ എൻ്റെ ആത്മാവ് അവമാനം സഹിച്ചു പോരാൻ ഞാൻ സമ്മതിക്കുകയില്ല. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. ഹോളി ഈവിൾ ആസ് ഹീസ്. മനുഷ്യൻ മുഴുവനും തിന്മയാണ്. അവൻ ജഡം തന്നെയല്ലോ. അവൻ മുഴുവൻ തിന്മയായിപ്പോയി. അവൻ അകവും പുറവും തിന്മയായിപ്പോയി. അവൻ മുഴുവൻ തിന്മയായിപ്പോയി. ഹോളി ഈവിൾ ആസ് ഹീസ്. ഐ വിൽ ഗീവ് ഹിം 120 years to mend his ways. അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഞാൻ അവന് 120 വർഷം നൽകിയിരിക്കുന്നു. നോഹ പ്രസംഗിച്ചു. 969 കൊല്ലം മനുഷ്യൻ അനുഭവിക്കാൻ ദൈവം അവസരം നൽകി. അതിൻ്റെ ഒടുവിലത്തെ 120 കൊല്ലം നോഹ പിന്നെയും പ്രസംഗിച്ചുകൊണ്ട് ഓടി നടന്നു. പെട്ടകമിതാ ഒരുക്കിയിരിക്കുന്നു. പ്രളയത്തിൽ ആരും നശിക്കേണ്ട. രക്ഷപ്പെടുവീൻ, പെട്ടകത്തിലേക്ക് കയറുവീൻ. പ്രളയമിതാ വരുന്നു. രക്ഷപ്പെടുവാൻ മാർഗം ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവത്തോട് നടന്നു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 6-ാം അധ്യായം 9-ാം വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് നടന്നു. 8-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വരം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുദപിക്കാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ്. വലിയ ശിക്ഷ വരുന്നതിന് മുൻപ്, വലിയ പ്രളയം വരുന്നതിന് മുൻപ്, വലിയ നാശം വരുന്നതിന് മുൻപ്, വലിയ ന്യായവിധി വരുന്നതിന് മുൻപ് അവൻ്റെ സന്നിധിയിലേക്ക് ചെന്ന്, നാഥ എൻ്റെ പാപം നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നാം നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിച്ചില്ല എന്ന് വരികിൽ വലിയ ശിക്ഷ ഇതാ പിന്നാലെ വരുന്നു. വലിയ ന്യായവിധി ഇതാ പിന്നാലെ വരുന്നു. ഐ വിൽ ഗീവ് ഹിം 120 years to mend his ways. ഞാൻ അവൻ്റെ വഴികളെ നേരെയാക്കാൻ അവന് ഞാൻ 120 വർഷം കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം അരുളി ചെയ്തു. നോഹ നടന്ന് പ്രസംഗിച്ചു. നോഹ പ്രസംഗിക്കും ദൈവത്തോടു കൂടെ ആയിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക ദൈവത്തോട് നടന്നു. നോഹ ദൈവത്തോട് നടന്നു. ഹാനോക്ക ദൈവത്തെ പ്രസാദിപ്പിച്ചു. നോഹ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. നോഹ ജനത്തെ പ്രബോധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ കാലയളവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞത് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം നമുക്ക് വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ, ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. എല്ലാം നിർവഹിച്ചു കൊണ്ടിരുന്നു. ഭൗതികമായ കാര്യങ്ങളൊന്നും മുടങ്ങിയില്ല. അവർ തിന്നുകൊണ്ടിരുന്നു, അവർ കുടിച്ചുകൊണ്ടിരുന്നു. ആഹാരങ്ങളൊന്നും മുടങ്ങിയില്ല, ഭക്ഷണപദാർത്ഥങ്ങൾ മുടങ്ങിയില്ല. അവർ വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹ ജീവിതങ്ങൾ മുടങ്ങിയില്ല. എല്ലാം മുറക്കി നടന്നുകൊണ്ടിരുന്നു. ഭൗതികമായ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു. അവർ തിന്നും കുടിച്ചും അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവരറിഞ്ഞില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നാശം വരുന്നു എന്ന് അവരറിഞ്ഞില്ല. അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയതാണ്, പക്ഷേ അവർ അറിഞ്ഞില്ല, അവർ ഗ്രഹിച്ചില്ല. വചനം കേട്ടുകൊണ്ടിരുന്നു, പക്ഷേ ഗ്രഹിച്ചില്ല. വചനത്തിൻ്റെ ആഴം ഗ്രഹിച്ചില്ല, വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചില്ല, വചനത്തിൻ്റെ ആശയം ഗ്രഹിച്ചില്ല. അവർ അറിഞ്ഞില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകുമെന്ന് പറയുന്നു. ലൂക്കോസിന് സുവിശേഷം എടുക്കാം. ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും.
നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ, നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. തിരുവചനം വ്യക്തമായി പറയുന്നു. കർത്താവിൻ്റെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം നാവുകൊണ്ട് അരുളി ചെയ്ത വാക്കുകളാണ്. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹ പെട്ടകത്തിൽ കയറുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് നോഹ ഒരു പെട്ടകം തീർത്തു. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച് പറയുന്നിടത്ത് അത് തന്നെ പറയുന്നുണ്ട്. വിശ്വാസത്താൽ നോഹ, നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് വിശ്വസിച്ചു. നോഹ അനുസരിച്ചു. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. അതുവരെ ഈ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ഈ ഭൂമി മഞ്ഞുകൊണ്ട് നനഞ്ഞു പോന്നിട്ടേ ഉള്ളൂ. മഴ എന്നൊരു പ്രതിഭാസം അതുവരെ ഉണ്ടായിട്ടില്ല. ആകാശത്തു നിന്ന് വെള്ളത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുക അതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഭൂമിയിൽ നിന്ന് ഉറവ് എടുത്ത് വെള്ളം ഉറന്നുറന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നത് അതുവരെ കണ്ടിട്ടില്ല. മഞ്ഞുകൊണ്ട് നനഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുവരെ കാണാത്ത മഴ എന്നൊരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ നോഹ അത് വിശ്വസിച്ചു. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. നോഹ അത് വിശ്വസിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തോട് നടന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവത്തോട് നടക്കുന്നില്ല. ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവത്തോട് നടക്കാൻ സാധിക്കണമെന്നുള്ളതായി ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ചുരുങ്ങിയ ആയുഷ്കാലം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശേഷിച്ചിരിക്കുന്ന ചുരുങ്ങിയൊരു കാലം, കർത്താവേ, എനിക്ക് നിന്നോടുകൂടെ നടക്കണം. എനിക്ക് നിന്നോട് ചേർന്ന് നടക്കണം. തിരുവചനം വായിക്കുമ്പോൾ കാണാം, ഹാനോക്ക് ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തോട് നടന്നു, അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുക. നാം അക്ഷരീയമായി ഒരാളെ അരികത്ത് കണ്ട് അങ്ങനെ നടക്കുകയല്ല. നമുക്ക് ആ തിരുസാന്നിധ്യം നമുക്ക് ലഭിക്കുകയാണ്. നമ്മോട് ചേർന്ന ദൈവം ഉണ്ടെന്നുള്ള ബോധം. ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ എൻ്റെ വലത്തുഭാഗത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകുകയില്ല. ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. വലത്തുഭാഗത്ത് ദൈവം നിൽക്കുന്നുള്ളതായ ബോധ്യം, ഉറപ്പേറിയ നിർണയം. ദാവീദ് പിന്നെ പറഞ്ഞു, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. എന്നെ കീഴേ ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ താങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് പറഞ്ഞു, അവൻ്റെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം പിറകെ പട പോലെ, സൈന്യം പോലെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് ചുറ്റും പരിചയായി പലകയായി നിൽക്കും. ദാവീദ് പറഞ്ഞു, ചുറ്റും പരിച, ചുറ്റും പലക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കൈ എപ്പോഴും നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നു. ഇത് നാം അനുഭവിക്കുന്നുണ്ടോ? സുരക്ഷിതരാണ് നാം. ദൈവസന്നിധിയിൽ സുഭദ്ര ജീവിതമാണ് നമുക്ക്, സുരക്ഷിത ജീവിതമാണ് നമുക്ക്. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നാം ഒതുങ്ങിയിരിക്കുന്നു. അത്യുന്നതൻ്റെ മറവിൽ നാം വസിക്കുന്നു. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നാം പാർക്കുന്നു. നാം ദൈവത്തെ നമ്മുടെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തെ നമ്മുടെ ശരണമാക്കിയിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഈ ലോക ജീവിതത്തിൽ ഈ ഉറപ്പില്ലെങ്കിൽ നാം നിർഭാഗ്യവാന്മാരാണെന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായി ഉറപ്പ്, അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി ഉറപ്പ്, അവൻ്റെ കരം എന്നെ താങ്ങുന്നു എന്നുള്ളതായി ഉറപ്പ്, അവൻ്റെ കരം വലങ്കരനെ മുറുകെ പിടിച്ചിരിക്കുന്നതായി ഉറപ്പ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം എടുക്കാം. യെശയ്യാ 43 ശ്രദ്ധയോടെ കേൾക്കൂ. അവിടെ നല്ല വാഗ്ദാനങ്ങൾ തരികയാണ്, അനുഗ്രഹീതമായ വാഗ്ദാനങ്ങൾ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കൂ. ജീവനുള്ള ദൈവം തരുന്ന വാഗ്ദാനങ്ങളാണ്. നിങ്ങളത് ഏറ്റുവാങ്ങുമോ പ്രിയപ്പെട്ടവരെ? വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്റെ ദൈവം ഇപ്രകാരം നിന്നോട് കൽപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ
അവ നിന്റെ മീതെ കവികയില്ല. നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നീ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സബിയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ, എന്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം പാപിയായ മനുഷ്യനോട് കൽപ്പിക്കുകയാണ്. എന്തോ ഒരു സ്നേഹം! സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനാണ് മകനെ, നീ എനിക്ക് മാന്യനാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നദികളിൽ കൂടെ കടന്നാൽ നദിയിലെ പെരുവെള്ളം നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കടന്നാൽ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ എത്രയോ അഗ്നിശോധനകളിൽ കൂടി കടന്നുപോയി, ഏതെല്ലാം യാതനകളിൽ കൂടി കടന്നുപോയി, ഏതെല്ലാം ദുരിതങ്ങളെ നീ നേരിട്ടു, ഏതെല്ലാം പ്രശ്നങ്ങളെ നീ അതിജീവിച്ചു, ഏതെല്ലാം നൂലാമാലകളിൽ നീ കുടുങ്ങിപ്പോയി. മകനെ, നീ നദികളിൽ കൂടി കടന്നു, നീ പ്രയാസങ്ങളിൽ കൂടി കടന്നു, വലിയ വലിയ താഴ്വരകളിൽ കൂടി കടന്നു, ദുരിതം പിടിച്ച ജീവിതം നീ നയിച്ചു, കഷ്ടപ്പാടിൽ കൂടി നീ ജീവിച്ചു, മാരകമായ രോഗങ്ങൾ നിനക്ക് വന്നു. ഇതെല്ലാം വന്നപ്പോഴും എൻ്റെ കരം നിന്നെ താങ്ങി. നിനക്ക് അഗ്നിശോധനകൾ വന്നു, തീയിൽ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങൾ വന്നു, അനേകം എതിർപ്പുകൾ നിനക്ക് വന്നു, അനേകം പോരാട്ടങ്ങൾ നിനക്ക് വന്നു. ഒരു കാരണവുമില്ലാതെ അനേകർ നിന്നെ ദ്വേഷിച്ചു, അനേകം തെറ്റിദ്ധാരണകൾ നിനക്കെതിരെ തെറുത്തുയർന്നു, അനേകം മിഥ്യ അപവാദങ്ങൾ നിനക്കെതിരെ ഉണ്ടായി. മകനെ, അപ്പോഴെല്ലാം ഞാൻ നിന്നെ താങ്ങി. തീയിൽ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങൾ നിനക്ക് വന്നു, നിന്റെ ജീവിതത്തിൽ യാതനകൾ വന്നു, കടത്തിൽ നീ മുങ്ങിയ സമയങ്ങളുണ്ട്, ബിസിനസ് തോറ്റുപോയ സമയങ്ങളുണ്ട്, അനേകം നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്ന സമയങ്ങളുണ്ട്, കുടുംബത്തിൽ ക്ലേശങ്ങൾ വന്ന സമയങ്ങളുണ്ട്, മക്കളെതിരായ സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം ഞാനല്ലയോ നിന്നെ താങ്ങിയത്? എൻ്റെ കരമല്ലയോ നിന്നെ പിടിച്ചത്? ഞാനല്ലയോ നിന്നെ വിളിച്ച് നടത്തിക്കൊണ്ടുപോയത്? ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുകയാണ്. ഹല്ലേലൂയ! ഞാൻ നിന്നെ വിലയേറിയവനായി എണ്ണിയിരിക്കുന്നു, ഞാൻ നിന്നെ മാന്യനായി കണക്കാക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടു കൂടെ നടക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ളതായി ഭയപ്പാടിലിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പല കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? മനസ്സ് നൊന്തിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? ഉള്ളുരുകി വലഞ്ഞിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പ്രശ്നങ്ങളുടെ മുമ്പിൽപ്പെട്ട് ഉഴലുന്നവരാരെല്ലാം ഉണ്ട്? മുന്നോട്ടെങ്ങനെ പോകേണ്ടെന്നറിയാതെ ക്ലേശിച്ച് വിഷമിച്ച് വശം കെട്ട് നിൽക്കുന്നവരാരെല്ലാം ഉണ്ട്? സ്നേഹിത, നിന്നോട് പറയട്ടെ, ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഭയം മാറ്റുന്നവനാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കരയേണ്ട എന്ന് പറയുന്നത് കരച്ചിൽ മാറ്റുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക എന്ന് പറയുന്നവൻ വിശ്വാസം തരുന്നവനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ നിന്നെ പകയ്ക്കുന്നവനല്ല, അവൻ നിന്നെ വെറുക്കുന്നവനല്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ നോക്കിയിട്ട് നീ ഇനി എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുന്നവനല്ല. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം മായിച്ചില്ലായ്മ ചെയ്യുന്നവനാണ്. ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം തിന്മകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ, ഏതെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ കൊഴിഞ്ഞ് വശായിപ്പോയിട്ടുണ്ടോ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം നിങ്ങളെ കോരിയെടുക്കാൻ യേശുക്രിസ്തുവിന് മനസ്സാണ്. യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളൊരു തീരുമാനം എടുത്താൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. കർത്താവേ, ഇതുവരെയും ഞാൻ സാത്താൻ്റെ കൂടെ നടന്നു, ഇതുവരെയും ഞാൻ ദുരാത്മാക്കളുടെ കൂടെ നടന്നു, ഇതുവരെയും ഭൂതപ്രേത പിശാചുക്കളുടെ കൂടെ നടന്നു, ഇതുവരെയും എൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ദുഷ്ടപിശാചുക്കളുടെ കൂടെ നടന്നു, ഇതുവരെയും കോപത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും വ്യഭിചാരത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും മദ്യപാനാസക്തിയുടെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും ബ്ലൂ ഫിലിമിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും വൃത്തികേടിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും കൊലപാതകത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും പരദ്രോഹത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു, ഇതുവരെയും പരദൂഷണത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടന്നു. അനേകം ദുരാത്മാക്കൾ എന്നെ വലയം ചെയ്തു. എൻ്റെ യേശുവേ, ഇത്രയും കാലം അനേകം തിന്മകൾ ഞാൻ നടന്നുപോയി, അനേകം പാപങ്ങൾ ഞാൻ കുടുങ്ങിപ്പോയി. എൻ്റെ നാഥ, എന്നാൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിന്നോട് വാക്ക് പറയുകയാണ്. യേശുവേ, ഇനി മുതൽ ഞാൻ നിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോട് നടന്നു, അബ്രഹാം ദൈവത്തോട് നടന്നു, ദാവീദ് ദൈവത്തോട് നടന്നു, വിശുദ്ധന്മാർ ദൈവത്തോട് നടന്നു. നാഥ, ഈ തലമുറയിലെ ഒരു വിശുദ്ധനാകാൻ എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. എന്നെ മനഞ്ഞവനെ നിൻ്റെ കരങ്ങളിലേക്ക്, എനിക്ക് വേണ്ടി ആണിപ്പാടേറ്റവനെ നിൻ്റെ കരങ്ങളിലേക്ക്, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയവനെ നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആയുസിതാ ഞാൻ കൈമാറുകയാണ്. ഇത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്, എന്നേക്കുമായി
കൈമാറുകയാണ്. ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളെങ്ങനെ ആയുസ് കൈമാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം കൈമാറാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജീവിതം കൈമാറുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ഒരാശയമാണത്. എൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരോടുന്നൊരു ചിന്താഗതിയാണ്. എൻ്റെ കർത്താവേ, എന്നെ തന്നെ യേശുവിനെ വിറ്റിരിക്കുന്നു. എന്നെ യേശുവിനെ വിറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. യേശു തൻ്റെ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ വലിയ വില കൊടുത്തു. എനിക്ക് പകരമായി അവൻ കൊടുത്ത വില തന്നെയാണ്. ഈ നിസ്സാര പാപിക്ക് തുല്യമായി അവൻ തന്നെ പകരം നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഈ ഹീന മനുഷ്യന് തുല്യമായി അവൻ തന്നെ പകരമായി നിർത്തി. എൻ്റെ ദൈവമേ, എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണിത്. എൻ്റെ മനസ്സിൽ ഒതുങ്ങാത്ത കാര്യമാണ്. എനിക്ക് തുല്യം വിലയായി യേശു കണ്ടത് തന്നെയാണ്. എൻ്റെ കർത്താവേ, എനിക്ക് പകരമായി വയ്ക്കാൻ, പകരമായി വില കൊടുക്കാൻ യേശു കണ്ടത് തന്നെയാണ്. അത്രമാത്രം എന്നെ നീ വിലയേറിയനായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ വില എന്താണ്? നിത്യനായ ദൈവത്തിൻ്റെ വില എന്താണ്? സർവ്വലോകാധിപതിയുടെ വില എന്താണ്? സർവ്വസൃഷ്ടാവിൻ്റെ വില എന്താണ്? പരമപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ വില എന്താണ്? ആ നിത്യനായ ദൈവം അവന് പകരമായി എന്നെ കാണാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഓ, ദൈവത്തിൻ്റെ സ്നേഹം, അപാര സ്നേഹം, നിത്യസ്നേഹം, അതുല്യ സ്നേഹം, ഉദാര സ്നേഹം, അപ്രതിമ സ്നേഹം. പ്രിയപ്പെട്ടവരെ, തീരാത്ത സ്നേഹം, അതിരില്ലാത്ത സ്നേഹം, അളവില്ലാത്ത സ്നേഹം, പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന സ്നേഹം, പാപിയെ കഴുകിയെടുക്കുന്ന സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിത്യ സ്നേഹമല്ലയോ നിങ്ങളുടെ അരികത്ത് നിന്ന് കെഞ്ചുന്നത്? മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ വസിക്കാം. അതിന് നീ സഭ മാറണ്ട, നീ സമുദായം മാറണ്ട, നീ കക്ഷി മാറണ്ട, നീ ഒന്നും മാറണ്ട, നിൻ്റെ ആഭരണം മാറണ്ട, നിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം മാറണ്ട. എന്നാൽ നീ ഒരു കാര്യം മാത്രം ചെയ്യൂ. നിൻ്റെ ഹൃദയം മാറ്റുന്നവനെ നീ കൈക്കൊള്ളൂ. ഹൃദയം രൂപാന്തരപ്പെടുത്തുന്നവനെ നിന്റെ ജീവിതത്തിലേക്ക് നീ എതിരേൽക്കൂ. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കൂ. ക്രിസ്തു ഉള്ളവനായി നീ ജീവിക്കൂ. ഇന്നു മുതൽ യേശുവിനോട് നടക്കൂ. യേശു തരുന്ന അനുഭവം, യേശു തരുന്ന ഭാഗ്യാനുഭവം നീ പ്രാപിക്കൂ. നിനക്ക് ദൈവത്തോട് നടക്കാം. ഹാനോക്ക് ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തോട് നടന്നു, അബ്രഹാം ദൈവത്തോട് നടന്നു. ദൈവ പൈതലേ, ഈ തലമുറയിൽ നീയും ദൈവത്തോട് നടക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവത്തോട് ഒട്ടി നടക്കുക, ദൈവത്തോട് പറ്റി ചേർന്ന് നടക്കുക, ദൈവത്തോട് ഇണങ്ങി നടക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ വചനങ്ങൾക്കായി സ്തോത്രം, അവിടുത്തെ സ്നേഹമൂലുന്ന ശബ്ദത്തിനായി സ്തോത്രം, അവിടുത്തെ കാരുണ്യമൂർന്ന വചനങ്ങൾക്കായി സ്തോത്രം, പാവിയെ വീണ്ടെടുക്കുന്ന വിശുദ്ധ രക്തത്തിനായി സ്തോത്രം. കർത്താവേ, ആ തിരുരക്തം ഞങ്ങളെ ഓരോരുത്തരെയും അണിയിക്കുന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം യേശു രക്ഷകർ മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.